ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ, കണ്ടിരിക്കാനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മളിന്ന് തിരുവോണത്തിൻ്റെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പിറ്റേ ദിവസം അവിട്ടത്തിൻ്റെ അന്ന് ഫാൻറ്റസി പാർക്ക് പോണ കാര്യം. അപ്പോൾ തിരുവോണം ദിവസം നമുക്ക് പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിട്ടം ദിവസത്തേക്ക് ആക്കി തീരുമാനിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിലും ഞങ്ങളാണെങ്കിലും എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്തിയത് ഒരു 11 മണിക്കാണ് കേട്ടോ. 2-3 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് പാലക്കാട് വരെ എത്താന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പിന്നെ എന്തോ പതിവില്ല, നല്ല വെയിലൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്നലത്തെ അതേപോലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലും അതുപോലെ തന്നെ നല്ല ത്രില്ലിങ്ങിലുമാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മളെത്ര വലുതായാലും നമ്മൾ കുട്ടി അല്ലെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ പാർക്ക് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് വരുമല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളെല്ലാവരും നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് കളിക്കണം എന്നുള്ളൊരു ഇതിൽ പോവാണ് കേട്ടോ. കിച്ചൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം കിച്ചുവിനൊക്കെ അറിയാം സംഭവം എന്താണെന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫാൻറ്റസി പാർക്ക് പോയിട്ടുള്ള ആളുകളുടെ വീഡിയോ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. മുതിർന്ന ഒരാൾക്ക് 750 രൂപയും കുട്ടികൾക്ക് 600 രൂപയാണ് കേട്ടോ. കിച്ചുവിനും തുമ്പിക്കൊന്നും വേണ്ട, കാരണം ഏജ് അനുസരിച്ചിട്ടല്ല കേട്ടോ. കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിയിട്ടാണ്. 4 അടിക്ക് താഴെയുള്ള കുട്ടികൾക്കൊന്നും കാശ് വേണ്ട, അവർക്കൊക്കെ ഫ്രീ ആണ് കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ കാശ് വേണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ അകത്തേക്ക് കയറി ഇടുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇവിടെ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ലോക്കർ കീ ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകണം. ഇവിടെയാണ് ലോക്കർ കീ കൊടുക്കണം. നമ്മുടെ ബാഗും സാധനങ്ങളും പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അങ്ങനെ എല്ലാം ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ ലോക്കർ കീ എടുക്കാൻ പോണത്. അവിടേക്ക് എന്ന് പറയുമ്പോൾ 280 രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത്. അതിൽ 80 രൂപ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. നമ്മൾ ഈ ഒരു സംഭവമാണ് കേട്ടോ കിട്ടിയത്. ഇത് നമ്മൾ തിരിച്ചു കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപ കൂടി കിട്ടും കേട്ടോ. നമ്മൾ കൊടുത്താൽ 200 രൂപ കിട്ടും. 80 രൂപ അവരുടെ ഫീസായിട്ട് വെക്കും. അപ്പോൾ ഈ സാധനം കൊണ്ട് സ്കാൻ ചെയ്തിട്ടാണ് കേട്ടോ അത് ഓപ്പൺ ആക്കലും ക്ലോസ് ചെയ്യലൊക്കെ ആ ലോക്കർ കേട്ടോ. ഞങ്ങളപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ഏട്ടൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഏട്ടൻ വലിയ ഇതിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങണില്ല, ഞാൻ ഡ്രസ്സൊന്നും എടുക്കണില്ല, അതുകൊണ്ട് ഏട്ടൻ ഡ്രസ്സ് കൊടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് ഏട്ടൻ പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറ്റാനും ബാഗ് കൊണ്ടുവയ്ക്കാനും ഒക്കെ റൂമിലേക്ക് പോയി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഏറ്റെടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഇറങ്ങുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല, പക്ഷേ എന്തായാലും ഇറങ്ങുന്നുണ്ടാവും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാതിരിക്കാൻ എന്തായാലും പറ്റില്ല. എന്താ പറയുക, എത്ര മുതിർന്നവരാണെന്നുണ്ടെങ്കിലും എത്ര വലിയ ആളുകളാണെന്ന് അറിയോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കടന്ന് മറിയുന്നത് അറിയൂ. അപ്പോൾ എന്തായാലും ഇറങ്ങാതിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ ഇറങ്ങി കേട്ടോ. എൻ്റെ കിച്ചൂരും തുമ്പിക്കാണെങ്കിൽ വെള്ളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പൊതുവെ ഒരു വെള്ളഭൂതങ്ങളാണല്ലോ, അപ്പോൾ പിന്നെ വെള്ളം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഈ കയറി വരുന്ന ഈ ഭാഗമാണ് കേട്ടോ, ഇത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിവിടെ വന്നിട്ടാണ് ഈ വാട്ടറിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആക്കിയേക്കുന്നത് കേട്ടോ. ഞങ്ങൾ വന്ന് ഡ്രസ്സ് മാറ്റി ഇറങ്ങി വിടുമ്പോൾ അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അപ്പു കണ്ടില്ലേ, ഇവിടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് വെള്ളം തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന് നനഞ്ഞ് പോണ സമയം വരെ നമ്മളിവിടെ ഇറങ്ങി പിന്നെ പോണ വരെ നനഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക, ഉണങ്ങില്ല എന്തായാലും കേട്ടോ. അപ്പോൾ അത്രയും വെള്ളത്തിലുള്ള ഐറ്റംസ് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ കിഡ്സിൻ്റെ ഒക്കെ തൊട്ടപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് പോകണം, അവിടേക്കുള്ളത്. ഞങ്ങൾ വന്നു വിടുമ്പോൾ ഈ വെള്ളത്തിലായിട്ട് കളി തുടങ്ങിയിട്ട്. ശരിക്കും ഇവിടെ ഒരുപാട് റൈഡുകളുണ്ട്, പക്ഷെ ഞങ്ങൾ എല്ലാത്തിലും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അവിടെ തന്നെ കൂടുതൽ സമയം ചിലവഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല. എന്നാലും പരമാവധി മാക്സിമം എല്ലാത്തിലും ഞാൻ കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലയിടത്തേക്കൊന്നും പോകാനായിട്ട് പറ്റില്ല, തിരക്കുകൊണ്ട് ക്യൂ ഒക്കെയാണ് കേട്ടോ ഓരോരുത്തർക്ക് കയറാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ക്യൂ ഉള്ളിടത്തേക്കൊന്നും ഞങ്ങൾ അധികം നേരം നിന്നില്ല കേട്ടോ. പക്ഷെ വലിയവരാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും മാക്സിമം എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ പറ്റിയൊരു പ്ലേസും കൂടി ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മയൊക്കെ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ട്, അമ്മയും ഏട്ടനൊക്കെ പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ട്, ഏട്ടന് സഹിക്കാൻ പറ്റാതെ ഏട്ടൻ പോയിട്ട് അവിടെ നിന്ന് ഒരു ടീഷർട്ടും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഷോർട്ട്സും എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ട് ഏട്ടനും പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ ഒരു സമയത്തൊന്നും ഏട്ടൻ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കടന്ന് കളിക്കുന്ന കണ്ടപ്പോൾ ഏട്ടന് സഹിച്ചില്ലേ തോന്നണോ. ഏട്ടൻ അവിടെ നിന്ന് പോയിട്ട് എന്താ പറയുക, നമ്മുടെ ലോക്കറിൻ്റെ കീ വാങ്ങിക്കണ ആ ഷോപ്പുണ്ടല്ലോ, ഷോപ്പല്ല ആ സ്ഥലം, അവിടെ ഡ്രസ്സും ടീഷർട്ടും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടീനെ ഞാൻ അമ്മടുത്ത് കൊണ്ടുകൊടുത്തിട്ട് ഞങ്ങളവിടെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. പിന്നെ കാരണം തുമ്പിക്ക് പേടിയാണ് കേട്ടോ, വെള്ളം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ അവൾക്ക് പേടിയാവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ വരുന്നുണ്ടാകുന്നില്ല. അവളും കിച്ചു താണ്ടില്ല ഇവിടെ വെള്ളത്തിൽ കളിക്കാനായിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ
പിന്നെ അധികം ആഴമൊന്നും ഇല്ല കേട്ടോ, കാലിൻ്റെ അത്രയൊക്കെ തന്നെ, മുട്ടിൻ്റെ അതുവരെയൊക്കെ തന്നെ ഉള്ളു വെള്ളം. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ നിന്ന് കളിച്ചു. ഞങ്ങൾ പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി കേട്ടോ. സംഭവം ഒരുപാടുള്ള കാരണം ഏത് രീതിയിലാണ് കയറേണ്ടതെന്നുള്ളൊരു പിടിയുണ്ടാകുന്നില്ല കേട്ടോ. ഈ ഗൃഹിണി പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങളുടെ എന്ന് പറയണത്. അതാണ് ഉണ്ടായിരുന്നത് സത്യത്തിൽ, ഏതിലേതിലാണ് കയറേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുള്ള കളിയൊക്കെ മതിയാക്കിയിട്ട് ഞങ്ങൾ ഇത് എവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാട്ടൊക്കെ നന്നായി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തത് കേട്ടോ, നമ്മൾ കോപ്പിറൈറ്റ് വരില്ല അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഉരുസണ ഈ സാധനം നല്ലൊരു എന്താ പറയുക, ഡേഞ്ചർ അല്ല, പക്ഷേ മുകളിൽ കൂടെ ഒക്കെ വെള്ളം കയറും. ഇവിടെ നിന്നാണ് തെറിച്ചിട്ട് ആ വെള്ളത്തേക്ക് വീഴുക ചെയ്യുക കേട്ടോ. നമ്മൾ നേരെ പോയിട്ട് വെള്ളത്തിൽ അങ്ങനെ പോയിട്ട് ഇരിക്കുകയല്ല ചെയ്യണത്, ഇവിടെ നിന്നാണ് തെറിച്ച് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മുങ്ങിപ്പോവും. ഞാൻ എന്തായാലും ആ സംഭവത്തിൽ കയറിയില്ല, എനിക്ക് പേടിയാണ് കേട്ടോ മൂക്ക് കൂടെ വെള്ളം കയറുന്നത്. ഏട്ടനും അമ്മും അപ്പും ഒക്കെ അതിൽ പോയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അവിടേക്ക് പോയില്ല. ഈ ഒരു സംഭവത്തിൽ ഞങ്ങൾ കയറിയിട്ടോ, ഇതിൽ കയറിയിട്ട് അന്തം വിട്ടുട്ടോ ഞങ്ങൾ. ഈ നീല കളറായിട്ട് കാണുന്നുണ്ടോ, അതിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കണ്ട ആ പച്ച പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലും കയറി. ഇതിലിപ്പോൾ വരുന്നത് അമ്മും അപ്പുമാണ് കേട്ടോ. ഈ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാനും അപ്പും കൂടിയിട്ട് ഒരു വട്ടം വന്നു, പിന്നെ അമ്മും കൂടിയിട്ട് ഒരു വട്ടം വന്നു കേട്ടോ. പക്ഷെ രസമുണ്ട്, കയറി ഉരുസാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ പേടിയാവും, അത്ര ഹൈറ്റ്, നല്ല ഹൈറ്റ് എന്നല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ഹൈറ്റാണ് കേട്ടോ. ഒരു 2 തെങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും ഹൈറ്റ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഹൈറ്റൊക്കെ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കുട്ടികൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു താറാവ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതിൽ ഞങ്ങൾ ഇരുന്നു കേട്ടോ. കിച്ചുവിനും തുമ്പിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കയറ്റണ്ടേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് കയറണം പണ്ട് വാശി പിടിച്ചിട്ട് ഇതിൽ കയറി ഞങ്ങൾ. ഇതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അത്ര സ്പീഡിലൊന്നും പോകണില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. കിച്ചുവിനും തുമ്പിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. മെയിനായിട്ട് അവരുടെ സന്തോഷം കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു, നല്ല സന്തോഷമായി. ഞങ്ങൾക്കും അതുപോലെ തന്നെ നല്ല സന്തോഷമായി. കുട്ടികൾക്ക് അവർ കണ്ടില്ലേ, ഇത് തുമ്പിയും മടിയിൽ നല്ല അടിപൊളിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവർക്ക് ഇങ്ങനെ സന്തോഷം കാണുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, അങ്ങനെയാണല്ലോ അത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടോ. ഇതിൽ തുടക്കം ആദ്യത്തെ 2 റൗണ്ടൊക്കെ പോയപ്പോൾ ഞാനും അപ്പും കൂടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നു, പിന്നെ അമ്മയും കൂടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തുടക്കത്തിൽ റൗണ്ട് അടിക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവും, പിന്നെ റൗണ്ട് അടിച്ചടിച്ച് പിന്നെ പേടിയൊക്കെ പോയിട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു കാറുണ്ടായിരുന്നു. ഇതിൽ കിച്ചുവിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട്, പറ്റാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ കൂടെ മാത്രമല്ല അത് മേലെ കൂടെയും പോകും, പിന്നെ കുലുങ്ങൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അപ്പൂനെ കൂടി ഇരുത്തിക്കോ, അവനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പും കയറിയതാണ് കേട്ടോ. അപ്പൂനൊന്നും ഇതിൽ അലൗഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ ഇതൊക്കെ ഈ കിച്ചുവിൻ്റെ പ്രായമുള്ള കുട്ടികളുടെ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തുഴയാൻ വേണ്ടിയിട്ടാണ് അപ്പൂനോട് കയറ്റി ഇരുത്തിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇവർ തുഴഞ്ഞിട്ട് എന്താ ഈ സംഭവം പോണില്ലാണ്ട്, അപ്പോൾ ഏട്ടൻ അങ്ങനെ ബാക്കിൽ നിന്ന് ഉന്തനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചു കണ്ടില്ലേ, കിച്ചു മുന്നിൽ കയറിയിട്ടുണ്ട്. തുമ്പിടത്ത് കയറണ വെച്ചപ്പോൾ തുമ്പിക്ക് പേടിയാണ്, എനിക്ക് വേണ്ട പറഞ്ഞിട്ട് അവൾ മാറി നിന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റണില്ല തോന്നുന്നു, അവളും എനിക്ക് ഇറങ്ങണം ഏട്ടൻ്റെ അടുത്ത് ഇരിക്കണം പറഞ്ഞിട്ട് അവളും പിന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഇതൊന്നും അത്ര ഡേഞ്ചർ ആയിട്ടുള്ള, കാരണം ഇത് കിഡ്സിൻ്റെ ആണല്ലോ, അപ്പോൾ ഇതൊന്നും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളല്ല കേട്ടോ, വലിയ റൈഡുകളല്ല. അപ്പോൾ അതുകൊണ്ട് വലുതിലൊന്നും അവർക്ക് പറ്റില്ല. ഇവർക്കൊക്കെ ചെറുത് കിഡ്സിൻ്റെ പറഞ്ഞ് മാറ്റിയിട്ട് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, തോണി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായി. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ, അതിലേക്ക് കയറി. അപ്പോൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ചാർജാണ് ഇവിടുത്തെ ബിരിയാണിക്കൊക്കെ കേട്ടോ. നമുക്ക് പുറത്തുനിന്നൊന്നും അലൗഡും അല്ല. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനും പറ്റില്ല. പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു കേട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വിശപ്പൊന്നും ശരിക്കും മാറിയില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു കളിക്കാനുള്ളൊരു ടെൻഡൻസി വിശപ്പൊന്നും ഞങ്ങൾക്ക് അറിയണമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. പൂള് പറയുമ്പോൾ ഈ തിരമാലയൊക്കെ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ കളിക്കുന്ന സമയത്തൊന്നും തിരമാല കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം 20 മിനിറ്റോ 1 മണിക്കൂറോ കൂടുമ്പോഴാണ് ആ സംഭവം വരുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് തിരമാലയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടില്ലേ, ഇപ്പം ആളില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരമാല വരാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. ഇതിലങ്ങോട്ട് ആൾക്കാർ പിന്നെ നിറഞ്ഞു കേട്ടോ. തിരമാല വരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരാണ് നിറഞ്ഞു. അപ്പത്തിന് ഞാൻ കുട്ടികളൊക്കെ മേലേക്ക് കയറ്റിയിരുത്തി കേട്ടോ, വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടെ മേലേക്ക് കയറ്റിയിരുത്തി, അല്ലെങ്കിൽ പിന്നെ തിരമാലയിൽ മുങ്ങിപ്പോവില്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ നല്ല ഹൈറ്റിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അറിയില്ലേ, പക്ഷെ നല്ല ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൂര് തുമ്പിക്കാണെങ്കിൽ ഈ വെള്ളത്തിൽ കണ്ടപ്പോൾ, വെള്ളത്തിലിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇവിടെ ഞങ്ങൾ ഒരുപാട് സമയം വെറുതെ കളഞ്ഞു കേട്ടോ, ഈ കുട്ടികൾ കാരണം കൊണ്ട്. അവർക്ക് ഇന്ന് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഡ്രാഗൺ ഉണ്ടല്ലോ, തീവണ്ടി ട്രെയിൻ പോലത്തെ സംഭവം ഡ്രാഗൺ, അതിൽ കയറി കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ടുള്ള വീഡിയോസാണ് ഇത്. ഈ നനഞ്ഞ് കുളിച്ചിട്ടാണ് ഇതിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ചില റൈഡുകളിലൊന്നും നനഞ്ഞിട്ട് പോയിട്ട് ഇരിക്കാൻ പറ്റില്ല കേട്ടോ, കറണ്ടിൻ്റെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തേലൊന്നും പോയിരുന്നില്ല കേട്ടോ. ഞങ്ങളവിടെ കയറ്റുണ്ടായിരുന്നില്ല കേട്ടോ, അതാണ് കാര്യം. പോയി വിടുമ്പോൾ തന്നെ നനഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ,
നമ്മൾ ഈ എക്സിബിഷൻ്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഡ്രാഗൻ അല്ല കേട്ടത്. ഇത് ഭയങ്കര ഒരു സംഭവം തന്നെ, നല്ല സ്പീഡിലും മുന്നും അതുപോലെ തന്നെ ചെരിഞ്ഞിട്ടാണ് പോട്ടെ ടീച്ചർ, നമ്മൾ മറിഞ്ഞ് വീഴുമെന്നൊക്കെ തോന്നും കേട്ടോ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ തുമ്പിയാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ഇറങ്ങണേ പറഞ്ഞിട്ട് കരയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതാ ഇത് കിഡ്സിൻ്റെയാണ്. ഈ സംഭവത്തിൽ കുറച്ച് നേരം കയറ്റിയിരുത്തിട്ടോ. പക്ഷേ ഇതൊന്നും അവർക്ക് അത്ര വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മു അപ്പോഴെന്നെങ്കിൽ ഓടി ഓടി വന്നിട്ട് അതിൽ കയറുകാരുണ്ട്. അവിടെ നിൽക്കണ ആളുടെ നിന്ന് അവർക്ക് ചീത്തയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ കയറാൻ പാടില്ല, കുട്ടികളുടെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചീത്ത പറഞ്ഞിട്ട് അവർ കണ്ടു കൂടുമ്പോൾ തന്നെ പൊരിഞ്ഞിട്ട് പോയി ചാടിയതാണ്, നാണം കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, കിച്ചുവിനെ കയറ്റി വിട്ടു. അപ്പോൾ തുമ്പിക്കുട്ടി പിന്നാലെ തന്നെ കയറണം പറഞ്ഞിട്ട് അവളെയും കയറ്റി. പക്ഷേ ഓരോ കുട്ടികൾ കൊണ്ട് ഇങ്ങനെ ചാട് കാരണം ഇങ്ങനെ കുലുങ്ങിയും കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവൾക്ക് പേടിയായിട്ട് അയ്യോ ഒക്കെ ഇറങ്ങണേ പറഞ്ഞിട്ട് അവൾ ഇറങ്ങിയിട്ടോ. പേടിച്ചിട്ട് അവൾ ഇങ്ങനെ തിരിഞ്ഞ് ചാടി. നമ്മുടെ കിച്ച് കുറച്ച് നേരം അവിടെ പോയിട്ട് ചാടി കളിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവൻ്റെ ഷർട്ട് ഇടാത്ത കാരണം ഇടത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ടൊക്കെ നനഞ്ഞ് പിടിയായ കാരണം കൊണ്ട് അതൊക്കെ അഴിച്ചിട്ടാണ് കേട്ടോ. ട്രൗസർ മാത്രം മതി വേണ്ടിട്ട് അതിട്ടതാണ്. പിന്നെ അത് കണ്ടതാണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പുഴുവിന് വന്നൊരു സംഭവം കേട്ടോ. ഇത് ഞങ്ങൾ ചിരിച്ചിട്ട് ഇതെന്തിങ്ങനെ കള്ളുടിച്ച ആൾക്കാരെ പോലെ പോകണമെന്നൊക്കെ കൊണ്ട് ഞങ്ങൾ ചിരിച്ചാവുമായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചും തുമ്പി അമ്മും അപ്പും കയറിയിട്ടുണ്ട്. കിച്ചുവിനും തുമ്പിക്കും കയറണം പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മൂനെ അപ്പൂനോട് കയറ്റി വിട്ടത് അവർ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കുലുങ്ങണത് കാരണം കൊണ്ട് തന്നെ കുട്ടികൾ വീണാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കിഡ്സിൻ്റെ ആണല്ലോ, അപ്പോൾ അവർക്ക് ഇരിക്കണം നല്ല ആഗ്രഹമല്ലേ. ഈ ചെറിയ കുട്ടികൾക്കൊന്നും പറ്റില്ല ഇതിലിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടി ഇതിൽ എന്തായാലും ഉഷാറാണ്, അവൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അതാണില്ലേ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ തുഴഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ കറക്കിയിട്ട് പോകണം കേട്ടോ. എൻ്റെ കിച്ചൺ തന്നെ കറക്കണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് അടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അവനെല്ലാം അറിയണ പോലെ അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ഇടിച്ചു. അവിടെ നിന്ന് വീണ്ടും ബാക്കിലേക്ക് കറക്കി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവർ എന്താ പറയുക, അതിൽ കയറുമ്പോൾ അവർക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അറിയുക തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ അപ്പു കയറണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടിയായ കാരണം കൊണ്ട് ഹൈറ്റ് ഒന്നും ഇല്ലാത്ത കാരണം അവൻ എല്ലാത്തിനും കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഈ ഒരു ഐറ്റം, ഈ ഒരു ടവർ പോലത്തെ ഈ ഒരു സംഭവത്തിൻ്റെ കയറിയിട്ട് കിട്ടോ ഞങ്ങൾ. അയ്യോ ഇത് കാണുന്ന പോലെ തന്നെ കേട്ടോ, ഒട്ടുക്കത്തെ ഹൈറ്റാണ് കേട്ടോ. എന്തൊരു ഹൈറ്റാണ്, 2-3 തെങ്ങ് വെച്ച് എങ്ങനെ ഉണ്ടാവുക അതുപോലത്തെ ഹൈറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കയറുന്നില്ല പറഞ്ഞിട്ട് മാറിയിരിക്കുന്നു. അമ്മ എപ്പോഴും ഇങ്ങനെ വലിച്ചു കൊണ്ടിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ, ഇതൊക്കെ പരീക്ഷിച്ച് നോക്കണ്ടേ പറഞ്ഞിട്ട് അവളിന്നെ വലിച്ചു കൊണ്ടിട്ടോ. ഇതാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു കല്ല് താഴ്ത്തിക്കിടില്ല അതുപോലെ ഉണ്ട് കേട്ടോ. ടോപ്പിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് കുറച്ച് നേരം കറക്കിയിട്ടാണ് ഇട്ടിട്ടോ താഴ്ത്തിക്ക്. പകുതി വരെ തന്നെ പോവുള്ളൂ. പക്ഷെ എന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് പോയി നമ്മളെ വയറൊക്കെ കാറി പൊളിക്കായിരുന്നു കേട്ടോ. ഇതിൽ കയറിയിട്ടാണ് ഏറെ എൻ്റെ ശബ്ദം പോയത് കേട്ടോ, കാറി പൊളിച്ചിട്ട്. നമ്മൾ ആ ടോപ്പിൽ കയറി നിന്ന് അവിടെ തൊട്ടപ്പുറത്തുള്ള മലകളടക്കം കാണാം കേട്ടോ. അത്ര ഹൈറ്റാണ് കണ്ട. തെങ്ങിനേക്കാൾ ഹൈറ്റാണ് കേട്ടോ, ഒരു തെങ്ങിനേക്കാൾ ഹൈറ്റാണത്. അപ്പോൾ പിന്നെ എത്ര ഹൈറ്റ് ഉണ്ടാവും നോക്കി നോക്കൂ. 2 തെങ്ങ് വെച്ച് എങ്ങനെ ഉണ്ടാവും, അത്രയുണ്ട് ഹൈറ്റ്. അത്ര പോരെങ്കിലേ ഉള്ളൂ ചിലപ്പോൾ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അതിൽ കയറിയിട്ട് കുറേ കാറി പൊളിച്ച് ഇറങ്ങി പേടിച്ച് അലാക്കായിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് കിഡ്സിൻ്റെ പൂളാണ് കേട്ടോ. ഉരുസി വന്നിട്ട് വെള്ളത്തേക്ക് വീഴത് കിഡ്സിൻ്റെ ആണ്. അപ്പോൾ ഇതിൽ കിച്ചുവിനെ കയറ്റി വിട്ടു കേട്ടോ. കിച്ചുവിന് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കിച്ചുവിന് ചെറിയൊരു പനി കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ ആളതൊന്നും വക വയ്ക്കാതെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ കഴിഞ്ഞിട്ട് പോയാൽ എന്താവും അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇതാണ്ടില്ലേ, ഇത് കിഡ്സിൻ്റെ ആണ്. ഇത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ, വെള്ളത്തേക്ക് ഇങ്ങനെ വീണ്ടും. പിന്നെ ഏട്ടൻ ഇവിടെ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മുങ്ങിപ്പോവില്ലോ. എൻ്റെ കിച്ചുവിൻ്റെ ഒക്കെ നെഞ്ചോളം ഉണ്ട് കേട്ടോ വെള്ളം, കണ്ടില്ലേ ഇത്രയും വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ അവർ മുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പിടിക്കാനും നിൽക്കുന്നുണ്ട്. തുമ്പിക്കുട്ടി ഉരുസിയിട്ട് വീണു കേട്ടോ. അതുണ്ടായത് സംഭവം. അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞാനും ഒക്കെ ഉരുസിട്ടായ ഗ്യാപ്പിൽ പോയിട്ട് എന്താ അമ്മു അപ്പു എല്ലാവരും ഉരുസുണ്ടായിരുന്നു. അപ്പോൾ തുമ്പീനെ ഇവർക്കാണെങ്കിൽ വെള്ളം കണ്ടാൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ അവിടെ നിന്ന് ബൈ പറഞ്ഞിറങ്ങി, ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി. അങ്ങോട്ട് പോയ കോലത്തിലല്ല കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. കാരണം അപ്പോൾ നമ്മൾ തീരെ വെയ്യാതെ ഇരുന്നു കേട്ടോ വീടെത്തിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ രാവിലെ നീച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല ഉറക്കം ഉറങ്ങി, ദേഹമൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ. നമ്മളവിടെ പോയിട്ട് മതിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രോ അല്ല വൈൻഡപ്പ് ഒന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 7 മണി 7:30 ആയിട്ട സമയം. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വേറെ ഒന്നും നോക്കിയില്ല, വേഗം പോയി കടന്നുറങ്ങാൻ ചെയ്തിട്ടോ. വൈൻഡപ്പൊക്കെ രാവിലെ പറയാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതുവരെ പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. നമുക്ക് പറ്റണ ഒരു ചാർജ് തന്നെ ഉള്ളൂ, കൂടുതൽ പൈസ ചിലവാവില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കാണിച്ചു കൊടുക്കേണ്ട സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പോരാൻ തന്നെ തോന്നിയിട്ടില്ല. ഇനിയും പോകണമെന്നുണ്ട്, പക്ഷേ ഇനി നടക്കില്ല. ഇനി എപ്പോഴേലൊക്കെ പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.